പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. അതിങ്ങനെയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. വചനം ഇങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നതാണ്. ഇങ്ങനെയാണ്. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ആമേൻ. ഈ ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ വചനത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. യേശു ശിഷ്യന്മാരോട് കൂടി ഇരിക്കുന്ന സമയത്ത് യേശു ശിഷ്യന്മാരോട് ചോദിക്കും, ഞാൻ ആരെന്ന ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറയും, ചിലർ ഏലിയ എന്ന് പറയുന്നു, ചിലർ പറയുന്നു സ്നാപക യോഹന്നാൻ എന്ന്, വേറെ ചിലർ പറയുന്നു ജെറമ്യ എന്ന് പറയുന്നു, വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചു, ശരി, ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഞാൻ ആരെന്നാ നിങ്ങളുടെ കാഴ്ചപ്പാട്? ഈ ചോദ്യത്തിന് പത്രോസ് പറയുന്ന ഉത്തരം ഇതാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന മിശിഹ ആകുന്നു. ആമേൻ. നമ്മളോട് കർത്താവായ യേശു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്ന മറുപടി? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. യേശു നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് ആരാണ്? ഞാൻ ആരെന്നാ നീ പറയുന്നത്? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നീ കർത്താവാണ്, നീ രക്ഷകനാണ്, നീ ദൈവമാണ്, നീ സൗഖ്യദായകനാണ്. ചില വ്യക്തികൾ യേശുവിനെ കാണുന്നത് രോഗസൗഖ്യം നൽകുന്ന സൗഖ്യദായകനായിട്ടാണ്. ചില വ്യക്തികൾ യേശുവിനെ കാണുന്നത് രക്ഷകനായിട്ടാണ്. ചില വ്യക്തികൾ യേശുവിനെ കാണുന്നത് സമ്പത്ത് നൽകുന്ന ആളായിട്ടാണ്. ചില വ്യക്തികൾ യേശുവിനെ കാണുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വിമോചകനായിട്ടാണ്. ചില വ്യക്തികൾ യേശുവിനെ കാണുന്നത് കൂട്ടുകാരനായിട്ടാണ്. ചില വ്യക്തികൾ യേശുവിനെ കാണുന്നത് ദൈവമായിട്ടാണ്. ദൈവം നമ്മളോട്, കർത്താവായ യേശു നമ്മളോടൊന്ന് ചോദിക്കുകയാണ്, ഞാൻ നിനക്കാരാ? ഇതൊരു ചോദ്യം. ഈ ചോദ്യത്തിന് എന്ത് ഉത്തരമായിരിക്കും നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? യേശുവിനെ നമ്മൾ രക്ഷകനാണെന്ന് പറഞ്ഞാൽ രക്ഷ നമ്മുടെ മേൽ വെളിപ്പെടും. അങ്ങനെയാണ് അവനെ നമ്മൾ കാണുന്നതെങ്കിൽ. യേശുവിനെ നമ്മൾ സൗഖ്യദായകനായിട്ട് നമ്മൾ കണ്ടാൽ അവനിലുള്ള സൗഖ്യം നമ്മുടെ മേൽ വെളിപ്പെടും, ജീവൻ നിറയും. യേശുവിനെ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി മാറ്റുന്ന ഒരാളായിട്ട് കണ്ടാൽ അങ്ങനെ വെളിപ്പെടും. എന്നാൽ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് അവനെ നമ്മുടെ സർവ്വവുമായി സകലതുമായി അവനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ചോദ്യം ഇതാണ്, അവൻ നിനക്കാരാ? യേശു ആരെന്നാ നമ്മൾ പറയുന്നത്? ഈ ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ ഒരു ഉത്തരം നമ്മളിന്ന് കണ്ടെത്തണം. യേശു ആരാ എനിക്ക്? യേശു എനിക്ക് ആരാണ്? അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ജീവിതം ഇതുപോലെ സുന്ദരമായിട്ട് മറ്റൊരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഉത്തരം കണ്ടെത്തണം. ഈ ഉത്തരത്തിൽ എന്നിട്ട് ജീവിക്കണം. കർത്താവിൻ്റെ കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.